പാലായിലേക്ക് ഒന്ന് പോയാൽ പാലാ നഗരസഭയിൽ ചെയർപേഴ്സണായി യു ഡി എഫ് പിന്തുണയോടുകൂടി ദിയ ബിനു പുളിക്കക്കണ്ടത്തെ തെരഞ്ഞെടുത്തു. 14 കൗൺസിലർമാരുടെ പിന്തുണയാണ് ദിയ പുളിക്കക്കണ്ടത്തിന് ലഭിച്ചിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി. ശ്യാം, മുനിസിപ്പൽ ചെയർപേഴ്സൺമാരെ എടുത്താൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ 21ാമത്തെ വയസ്സിൽ ദിയ ബിനു പുളിക്കക്കണ്ടം പാലായുടെ ഭരണസാരഥ്യമേറുമ്പോൾ പാലായുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതാണ് വിവരങ്ങൾ. അതായത് തൻ്റെ 21ാമത്തെ വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന ഒരു പേരിപ്പോൾ ദിയ ബിനു പുളിക്കക്കണ്ടം, അതും പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ആ പേര് എഴുതി ചേർക്കുകയാണ്. അതായത് UDF സ്ഥാനാർത്ഥിയായിട്ടാണ് ദിയ മത്സരിച്ചത്. 14 വോട്ടുകളാണ് ദിയയ്ക്ക് കിട്ടിയത്. UDF തന്നെ 10 വോട്ടുകളുണ്ടായിരുന്നു. കൂടാതെ പുളിക്കക്കണ്ടം സ്വതന്ത്ര കൂട്ടായ്മ 3, കൂടാതെ കോൺഗ്രസിൻ്റെ മായ രാഹുൽ ഉൾപ്പെടെ അങ്ങനെ 14 വോട്ടുകൾ കിട്ടിയാണ് ദിയ ഇപ്പോൾ ഈ പാലാ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായിരിക്കുന്നത്. കേരള കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭരണം ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു ചരിത്രപരമായ ഒരു കാര്യം കൂടി ദിയയിലൂടെ സാധിക്കപ്പെട്ടു, അതും UDF എന്നതാണ് മറ്റൊരു കൗതുകം. നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ LDF പക്ഷത്താണ്. 10 സീറ്റുകൾ ഉണ്ട്. ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് നിൽക്കുമെന്നൊക്കെയാണ് ജോസ് കെ മാണി പങ്കുവച്ചത്. അല്പം മുമ്പ് ഈ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗത്തിൻ്റെ ആൾ ഇവിടെ ദിയയ്ക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ 5 വർഷക്കാലവും ദിയയ്ക്ക് ഈ ചെയർപേഴ്സണായി ഇരിക്കാൻ കഴിയട്ടെ എന്ന ഒരു ആശംസ കൂടി നേരുകയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ പാലായിലെ കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ കൂടി മാണി വിഭാഗത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ MP നഷ്ടപ്പെട്ടു, അതോടൊപ്പം തന്നെ MLA നഷ്ടപ്പെട്ടു. ഇതാ തങ്ങളുടെ സ്വന്തമായിരുന്ന നഗരസഭയും ഇപ്പോൾ കൈവിട്ട അവസ്ഥ. ചെയർപേഴ്സൺ സ്ഥാനം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അല്പസമയം കൂടി കഴിയുമ്പോൾ ഉച്ചയോടുകൂടി 2 മണിക്കാണ് വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കുന്നത്. തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത്. ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾ ദിയ അവിടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുപ്പിരിക്കുന്നു.